ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള നിഫ്റ്റി ബാങ്കിനാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയൊരു റേഞ്ചിനെയാണ് ഞാൻ എടുക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു വോളറ്റൈൽ റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ലൈവ് മാർക്കറ്റ് ലെവൽസിലാണെന്നുണ്ടെങ്കിൽ പോലും ലെവൽസ് പറഞ്ഞിട്ടുള്ള പ്രിസൈസ്ലി ഇപ്പം എന്താ പറയുക 90% കേസുകൾ നമ്മുടെ ഒരു പെർഫോമൻസ് അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. പിന്നെ ഈ SL കിട്ടാത്ത പരിപാടി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ പ്രോപ്പറായിട്ട് നമുക്കൊരു ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഐ തിങ്ക് അല്ലെങ്കിൽ ഐ ഫീൽ എൻട്രി എടുക്കുക എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എവിടെ എക്സിറ്റ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നടക്കം നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് പോലും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റിൽ റിവേഴ്സൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ചെറിയ ചെറിയ ട്രേഡുകൾ തന്നിട്ടുണ്ട്. ബട്ട് ഒരു പെർഫെക്റ്റ് ട്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വലിയ ട്രേഡുകളോ ടാർഗറ്റുകളോ ഒന്നും തന്നിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് നാളത്തെ എക്സ്പയറിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് തന്നെയാണ്. ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളത്. ഓവർ അഭ്യാസങ്ങൾക്ക് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മുതിരാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പം ഇന്നലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഇന്നലെ മാർക്കറ്റ് അങ്ങനെ ഒരു അപ്പോസൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ എന്താണ് ഒരു എന്താ പറയുക, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡയറക്ഷണൽ മൂവ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നോക്കിയാൽ പിയുടെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നതും സിയുടെ പ്രൈസ് മുകളിലേക്ക് കൂടിയിരിക്കുന്നതും കാണാൻ പറ്റി. ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഏകദേശം 22,150 എന്നുള്ള ലെവലിൽ, സോറി 1 സെക്കൻഡ്, ഞാനിവിടെ ഇട്ടുള്ളത് നിഫ്റ്റി മിഡിൻ്റെ ചാർട്ടാണ്. 23,150 എന്നുള്ള ലെവലിനെ ആൻഡ് അതുപോലെ തന്നെ 23,300 എന്നുള്ള ലെവലിനെ. ഈ ഒരു രണ്ട് റേഞ്ചിനെ മാർക്കറ്റ് രണ്ട് ലെവൽസിനെ മാർക്കറ്റ് റേഞ്ച് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 പോയിന്റ്സിന് റേഞ്ചേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡിക്ക് വരാനും നമ്മുടെ എക്സ്പയറി ദിവസം നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകാനും ഈ ഒരു റേഞ്ച് തന്നെ ധാരാളം മതി എന്നുള്ളതാണ്. ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അടുത്ത കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ട്രേഡിംഗ് കഫേ ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള എയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യേണ്ടതില്ല. അതിനകത്തൊരു മിനിമൽ ജോയിൻ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള എയിം ആണെന്നുണ്ടെങ്കിൽ കോൾസ് കൊടുക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ കോൾസോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൺഫേം ആക്കിയിട്ടില്ല. ഓൺലൈനായിട്ട് മാത്രമേ ആ ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു 1 മന്ത് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ എടുക്കുന്ന ലെവൽസ് എന്താണ്, ആ ലെവൽസിൻ്റെ ലോജിക്ക് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എടുക്കുന്ന ലെവൽസിൻ്റെ ലോജിക്ക് എന്താണ്, ആ ഒരു ലെവലിൽ ഞാൻ എങ്ങനെയൊക്കെ കണ്ടീഷനിലാണ് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസമാണ് ഞാനൊരു സൈഡ് വേസ് മാർക്കറ്റിൽ അഗ്രസീവ് ആവാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്, പല ദിവസങ്ങളിലും ഞാൻ ക്ലിയർ ആയിട്ട് പറയാനുണ്ട്, ഇന്നടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോജിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന രീതിയിൽ, അത് എൻ്റയർ ഡേ അല്ല, നിങ്ങൾ ഒരു ദിവസം ചറപറ ട്രേഡ് എടുപ്പിക്കുക അങ്ങനത്തെ പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നേ ഇല്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓൺലൈൻ ട്രേഡിംഗ് കഫേ എന്നുള്ള രീതിയിൽ. അല്ലാതെ ബാക്കി മറ്റേ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാം, 3,000 വാങ്ങിച്ചിട്ട് വെറുതെ വന്നിരിക്കുക, 6,000 വാങ്ങിച്ച് അനാലിസിസ് കിട്ടും, 9,000 വാങ്ങിച്ചാൽ മറ്റതും കൂടെ കിട്ടും. ആ ഒരു ലെവൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മളൊരു മിനിമം ജോയിൻ ഫീസ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല. നിങ്ങൾ ഇനിയിപ്പം എന്ത് തന്നെ തർക്കിച്ചു കഴിഞ്ഞാലും റിയാലിറ്റിയാണത്. നമുക്ക് ടെലഗ്രാം ചാനലൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് മാത്രമല്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ പഠിക്കാനുള്ള ഒരു താല്പര്യമുള്ള ആളുകൾ മാത്രമേ അത് ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് ഇപ്പം 5 ആളാണെന്നുണ്ടെങ്കിലും ഐ ആം ഫൈൻ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇരിക്കുന്നുണ്ട്, മാർക്കറ്റിൻ്റെ മുമ്പിൽ ഞാൻ എന്തായാലും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആരാണോ ഉള്ളത്, ആരാണോ പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ മനസ്സിലാക്കാനായിട്ട്, ക്യാൻഡിൽ റീഡിങ്ങിനെ മനസ്സിലാക്കാനായിട്ട് ആർക്കാണോ താല്പര്യമുള്ളത് അവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിൽ അറിയിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ റേഞ്ച് എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് പ്ലാൻ എന്തായിരിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്.
ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ, സോറി നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലെവൽ എന്താ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ഫേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റിൽ ടൈമിലേക്ക് എത്തുമ്പം നമ്മുടെ അനാലിസും കാര്യങ്ങളൊക്കെ മാറുമല്ലേ. കാരണം മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഇറ്റ് സെൽഫ് അത് മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 23,220 ആൻഡ് 145 എന്നുള്ള ലെവലാണ്. സോ 145 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ബോധമാവേണ്ട കാര്യമില്ല, ബേജാറാവേണ്ട. ആൻഡ് 220 എന്നുള്ള ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ബ്രേക്ക് ആവുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് 220. ആൻഡ് ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ നമുക്കൊരു എൻട്രി വരുന്നത്. അവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് കിട്ടി. ആൻഡ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും SL കോസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക, ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊന്നും യൂഷ്വലി ഞാൻ പറയാത്തൊരു പരിപാടിയാണ്. ട്രയലിങ്ങിനെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് പറഞ്ഞു തീർന്നിട്ടില്ല, 10:50 ആകുമ്പോഴേക്ക്, അതായത് 10:50 ക്യാൻഡിൽ ഇതാണ്. 10:50 45 തുടങ്ങിയിട്ട് 50 എൻഡ് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ്. സോ ആ ഒരു സെയിം എക്സാക്ട് ക്യാൻഡിലാണ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഇതാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി. ഇതിനെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ വളഞ്ഞോ ഇൻഡിക്കേറ്റർ തിരിഞ്ഞോ എന്നുള്ളതല്ല. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ പഴയ ഡാറ്റാസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും ഞാൻ പറയുന്നതാണ് എന്താണ് നമ്മൾ പറയുന്ന ലെവൽസ് എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ ലെവൽസിൽ നമുക്ക് എല്ലാ ദിവസവും നല്ല ട്രേഡുകൾ വരാറുണ്ട് അല്ലേ. സോ അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മറ്റേ ലൈവ് ട്രേഡിൻ്റെ കഫേയുടെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും CEP റെക്കമെൻഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിങ്ങളുടെ ജനറൽ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ആക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ നമ്മുടെ ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് വെൻ കംസ് ടു 15-minute ടൈം ഫ്രെയിം ചാർട്ട്, 15-minute ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ഞാൻ മുകളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ലെവൽ എന്ന് പറയുന്നത് 23,280 എന്നുള്ള ലെവലാണ്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് കോഴ്സ് 23,140 എന്നുള്ള ലെവലിനെയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിനെ ഞാൻ ഒരിക്കലും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. ചെറിയ ട്രേഡുകൾ, ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ഒരു ട്രേഡ് ഇന്നത്തെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. ആൻഡ് ഇവിടെ ഈ ഒരു ലെവൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മാർക്കറ്റ് ക്ലിയർ ആയിട്ട് റേഞ്ചിട്ടുള്ളിൽ ട്രേഡ് ചെയ്യാണ്. ഒരിക്കലും അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക, മൾട്ടിപ്പിൾ ട്രേഡ്സിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക, വലിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള മെസ്സേജ് ഒന്നും അടുത്ത കാലത്തൊന്നും ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇങ്ങനെ വലിയൊരു മെസ്സേജ് ഒന്നും ഞാൻ ഒരിക്കലും ടൈപ്പ് ചെയ്ത് വിടാറില്ല. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെ ആവും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ടൈം എപ്പോഴാണ് നോക്കിയത് നിങ്ങൾ? ഈ ഒരു ടൈം പറയുന്നത് 9:44 അത് മനസ്സിലാക്കിയിട്ട് ശേഷമാണ് ഞാൻ ആ ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നത്. സോ ഇതാണ് പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസവും ഇന്നത്തെ ഒരു ദിവസവും കൂടി നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇതൊരു റേഞ്ച് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ATM പ്രീമിയംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50+ റുപ്പീസിൻ്റെ പ്രീമിയം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. കാരണം നാളെ എക്സ്പയറി ആയതുകൊണ്ട്. സോ നമുക്ക് ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അഗ്രസീവായിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഈ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എഗെയിൻ ആ റേഞ്ചിലേക്ക് സ്റ്റക്ക് ആവാൻ പോവുകയാണ്. അതിന് പകരം ഒരു റിവേഴ്സൽ പാറ്റേൺസോ കാര്യങ്ങളോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അതിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുമാണ്. ആൻഡ് അഗെയിൻ വെൻ കംസ് ടു നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ ഞാൻ താഴത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഈ ഒരു ലെവലിലാണ് ഇന്നലെയും ഇന്നും ഏകദേശം സിമിലർ ലെവലിലാണ് മാർക്കറ്റ് ഹഡിൽ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ ഞാൻ എടുത്തുള്ള ലെവൽ 48,495 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ടായിട്ടുള്ള മേജർ ബ്രേക്ക് ഡൗൺ ലെവലായിട്ടുള്ള 850 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിൽ ഞാൻ നാളത്തേക്കും വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിൽ താഴത്തേക്കും മുകളിലിരിക്കുന്ന നാളെ എൻ്റെ വ്യൂ ഉണ്ടാവുക. ആൻഡ് ടാർഗറ്റുകളായിട്ട് നമുക്ക് ഈ ഒരു ലെവൽസിനൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. 49,078 ആൻഡ് 78,80 ആ റേഞ്ചിലെ. ആൻഡ് അഗെയിൻ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 349,300 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അഗെയിൻ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ 270 എന്നുള്ള ലെവലായിരിക്കും. 270 ശേഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവലായിട്ട് ഇത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോ സൈഡിൽ എടുക്കാൻ പോകുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലും കൂടിയാണ്. സോ 22,710 എന്നുള്ള ലെവലിനെ നമുക്ക് അപ്പോ സൈഡിലേക്ക് വാച്ച് ചെയ്യാം. 22,710 ഓർ 715.
ഓൺ ദ ലോവർ സൈഡ് നമുക്ക് 22,570 എന്നുള്ള ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി മിഡ് സെലക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ്, ഇവിടെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നത്. ഇതായിരിക്കും നാളെ ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്, ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് ഈ ഒരു ലെവലിനെയും കൂടെ വാച്ച് ചെയ്യാം, ഈ ഒരു 2 ലെവലിനെ വാച്ച് ചെയ്യാം. ലെവൽ എന്ന് പറഞ്ഞാൽ 12,160 എന്നുള്ളതാണ്. ഓൺ ദ ലോവർ സൈഡ് 12,085 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ 2 ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം. ഹെവി ആയിട്ട് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബേസ് ഇതായിരുന്നു. ഈ ഒരു ബേസ് തന്നെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. സോ ആസ് ഓഫ് നൗ നമുക്ക് ഈ ഒരു ലെവലിനെ ഒന്ന് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ലെവലിനെ നമുക്കൊരു ബേസ് ആയിട്ട് പ്ലാൻ ചെയ്യാം. 35 എന്നുള്ള ലെവലിനെ 1635 താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു വീക്ക്നെസ് എങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ളതെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതെ, പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് അഗെയിൻ ഇവിടെ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴത്ത് ചെറിയൊരു മൂവ് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ആസ് ഓഫ് നൗ ഇവിടെ ഒരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും സപ്പോർട്ട് എടുത്ത ലെവലാണ്, ഇന്നും സപ്പോർട്ട് എടുത്ത ലെവലാണ് 1230 എന്നുള്ളത്. ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എനിക്ക് ഇന്ന് ഒരു ഇൻട്രാഡേ ട്രേഡ് ഉണ്ടായിരുന്നു ഷോർട്ട്. ഇവിടെ വെച്ചിട്ട് എനിക്ക് RSL കിട്ടി. ആൻഡ് പിന്നെ ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ വേറെ സ്റ്റോക്കിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് നിഫ്റ്റിയിലുണ്ടായിരുന്നു ആൻഡ് സ്റ്റോക്കിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് 1782 എന്നുള്ള ലെവലാണ്. 1782 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയ വീക്ക്നെസ്, പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ 1030 എന്നുള്ള ലെവലാണ്. 1030യുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ ഇൻഫി ഇന്ന് എന്താ പറയുക, IT സെക്ടർ ചെറുതായിട്ടൊന്ന് ബൈങ്ങിലേക്കുള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് 1945 എന്നുള്ള ലെവലാണ്. 1945 വാച്ച് ചെയ്യാം. ബേസ് ആയിട്ട് TCSൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 4215 എന്നുള്ള ലെവലിൽ തന്നെയാണ്. റിലയൻസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സിഗ്നൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1248 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു 1240 ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം.